നാച്ചുറലി ഉള്ള പ്രോഡക്ട്സ് റോ മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കുന്ന ഹെന്ന അലർജി ഉണ്ടാക്കുന്ന ഒരാൾ കെമിക്കൽ ഹെന്ന യൂസ് ചെയ്യുന്നത് കൊണ്ടുള്ള അലർജിയെ കുറിച്ച് നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. സ്കിൻ റാഷസ് ഉണ്ടാവും, സ്കിന്നിൽ ബ്ലിസ്റ്റേഴ്സ് ഉണ്ടാവും, ചൊറിച്ചിൽ, അതുപോലുള്ള കുറേ ബുദ്ധിമുട്ടുകൾ കേട്ടിട്ടുണ്ട്. അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് PPD, അതായത് പാരാഫെനിലിൻ ഡൈഅമൈൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കെമിക്കലാണ്. ഇത് നമ്മൾ കോമൺ ആയിട്ട് എല്ലാവർക്കും ഉള്ള അറിവാണ്. അത് ഹെയർ ഹെന്നയിലാണെങ്കിലും ബോഡി ആർട്ടിൽ യൂസ് ചെയ്യുന്ന ഹെന്നയിലാണെങ്കിലും ഈ സബ്സ്റ്റൻസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുണ്ടാവും എന്നുള്ളത് കാര്യങ്ങൾ നമ്മൾ ഒരുപാട് കോമൺ ആയിട്ട് കേൾക്കുന്ന കാര്യം. പക്ഷെ നമ്മൾ കോമൺ ആയിട്ട് കേൾക്കാത്തൊരു കാര്യമുണ്ട്. നാച്ചുറൽ ഹെന്ന യൂസ് ചെയ്യുന്നത് കൊണ്ട്, അല്ലെങ്കിൽ ഓർഗാനിക് ആയിട്ട് പക്കാ നല്ല നാച്ചുറലി ഉള്ള പ്രോഡക്ട്സ് റോ മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കുന്ന ഹെന്ന എങ്ങനെയാണ് ചില ആൾക്കാരിൽ അലർജി ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ ചില ആൾക്കാരിൽ അത് അലർജി ആണ് എന്നുള്ള കാര്യം ഡിസ്കസ് ചെയ്തിട്ട് കാണലില്ല. അപ്പോൾ എങ്ങനെയുള്ള ആൾക്കാരിലാണ് അലർജി ഉണ്ടാവുന്നത് എന്നുള്ള കാര്യമാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. ഇത് കോമൺ ആയിട്ട് കാണുന്ന ഒരു കാര്യമല്ല, വളരെ റെയറായിട്ട് കാണുന്ന ഒരു കണ്ടീഷനാണ്. എങ്ങനെയുള്ള ആൾക്കാരിലാണ് നാച്ചുറൽ ഓർഗാനിക് ഹെന്ന കോൺസ് അലർജി ഉണ്ടാക്കുന്നതെന്നുള്ളത്. മെയിനായിട്ട് G6PD ഡെഫിഷ്യൻസി ഉള്ള ആൾക്കാരിലാണ് നമ്മൾ ഇങ്ങനെയുള്ള അലർജി കാണുന്നത്. എന്താണ് G6PD ഡെഫിഷ്യൻസി? G6PD അതായത് ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് ഡീഹൈഡ്രോജനേസ് എന്ന് പറയുന്ന ഒരു എൻസൈമാണ്. നമ്മുടെ ബോഡിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എൻസൈമാണിത്. ഈ എൻസൈം ബ്ലഡ് സെൽസിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു എൻസൈമാണ്. ഈ എൻസൈം കുറവുള്ള, അതായത് G6PD കുറവുള്ള ആൾക്കാരെയാണ്, അല്ലെങ്കിൽ ഇല്ലാത്ത ആൾക്കാരെയാണ് G6PD ഡെഫിഷ്യൻസി ഉള്ള ആൾക്കാർ എന്ന് പറയും. G6PD ഡെഫിഷ്യൻസി ഉള്ള ആൾക്കാർക്ക് ചില ഫുഡ്, മെഡിസിൻസ്, അത് ഈവൻ നാച്ചുറൽ ആയിട്ടുള്ള ഫുഡും മെഡിസിൻസും അല്ലെങ്കിൽ അങ്ങനെയുള്ള സബ്സ്റ്റൻസസ് ആണെങ്കിലും അവർക്കത് പറ്റൂല. അവരുടെ ബോഡിക്ക് അത് അഡാപ്റ്റ് ചെയ്യാൻ പറ്റൂല. അതേപോലെ തന്നെയാണ് മൈലാഞ്ചിയിൽ നമ്മൾ നാച്ചുറൽ ആയിട്ട് കാണുന്ന ഒരു പിഗ്മെന്റ് ആണ് ലോസോൺ. ഈ പിഗ്മെന്റ് ആണ് പ്രശ്നം. G6PD ഡെഫിഷ്യൻസി ഉള്ള ആൾക്കാരിൽ ഈ പിഗ്മെന്റ് ഹീമോലൈസിസിന് കാരണമാക്കും. ഇറ്റ്സ് എ കോസ് ഓഫ് ഹീമോലൈസിസ് ഫോർ G6PD ഡെഫിഷ്യൻസി പീപ്പിൾ. അപ്പോൾ എങ്ങനെയാണ് ഹീമോലൈസിസ് ഉണ്ടാവുന്നത് അതിനെ പറ്റിയിട്ട് പറയാം. ഇപ്പം സാധാരണ ആൾക്കാരിൽ RBCയിൽ വരുന്ന ഓക്സിഡേറ്റീവ് സ്ട്രെസ് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്രൊട്ടക്ഷൻ ഉണ്ട്. അതാണ് G6PD, അതായത് ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് ഡീഹൈഡ്രോജനേസ് എന്ന് പറയുന്ന എൻസൈം. ഈ എൻസൈം G6PD NADPH ആയിട്ട് മാറുന്നുണ്ട്. ഈ NADPH ഗ്ലൂട്ടാതയോണിനെ ആക്റ്റീവായിട്ട് വെക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. ഈ ഗ്ലൂട്ടാതയോണാണ് RBCയിൽ വരുന്ന ഓക്സിഡേറ്റീവ് ഡാമേജസിനെല്ലാം ന്യൂട്രലൈസ് ചെയ്യുന്നതും അതിനെങ്ങനെ പ്രൊട്ടക്ട് ചെയ്ത് വെക്കുന്നതും. അതുകൊണ്ട് സാധാരണ ആൾക്കാരിൽ ലോസോൺ ഉണ്ടെങ്കിലും RBCക്ക് ഓക്സിഡേറ്റീവ് സ്ട്രെസ്സിനെ മാനേജ് ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് ലോസോൺ ഉണ്ടെങ്കിലും അവർക്ക് അത്ര പ്രശ്നമില്ല, ഹീമോലൈസിസ് സംഭവിക്കൂല. ഇനി G6PD ഡെഫിഷ്യൻസി ഉള്ള ആൾക്കാരിൽ ഈ G6PD എൻസൈം ഒന്നുകിൽ കുറവായിരിക്കും, ഞാൻ പറഞ്ഞതുപോലെ, അല്ലെങ്കിൽ ഉണ്ടാവില്ല. അപ്പൊ എന്താവും? G6PD ഡെഫിഷ്യൻസി ഉള്ള ആൾക്കാർക്ക് NADPH കുറയും. അതായത് G6PD ആണ് NADPH ആയിട്ട് മാറാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. ആ NADPH ഇപ്പൊ G6PD ഇല്ലെങ്കിൽ ഒബ്വിയസ്ലി NADPH പ്രൊഡക്ഷൻ കുറയും. പിന്നെ അത് ഗ്ലൂട്ടാതയോണിനെ ആക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യൂല. അതായത് NADPH ഇല്ലെങ്കിൽ ഗ്ലൂട്ടാതയോൺ ആക്റ്റീവ് ആകൂല. അപ്പോൾ ഗ്ലൂട്ടാതയോൺ ഇല്ലാത്തത് കൊണ്ട് RBCക്ക് ഓക്സിഡേറ്റീവ് സ്ട്രെസ് ന്യൂട്രലൈസ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടാവില്ല. അങ്ങനെയാണ് ഹീമോലൈസിസ് ഉണ്ടാവുന്നത്. ഇതാണ് നോർമൽ. ഇനി ലോസോൺ അതിന്റെ കൂടെ വന്നാൽ എന്താണ് സംഭവിക്കുക എന്നുള്ളത് പറയാം. ലോസോൺ ഒരു ഓക്സിഡൈസിങ് ഏജന്റ് ആയിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ ഒബ്വിയസ്ലി ലോസോൺ ഓക്സിഡേറ്റീവ് സ്ട്രെസ് കൂട്ടും. അപ്പോൾ RBCന്റെ മെംബ്രെയിൻ പൊട്ടും. അപ്പം അങ്ങനെയാണ് ഹീമോലൈസിസ് സംഭവിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ G6PD ഡെഫിഷ്യൻസി ഉള്ള ആൾക്കാരിൽ ഓക്സിഡേറ്റീവ് സ്ട്രെസ്സിനെ മാനേജ് ചെയ്യാനുള്ള പവർ ഇല്ല. RBCക്ക് ഓക്സിഡേറ്റീവ് സ്ട്രെസ് വന്നാൽ അത് ന്യൂട്രലൈസ് ചെയ്യാനുള്ള ഒരു സംവിധാനം ഇല്ല. അപ്പൊ അതിന്റെ കൂടെ ഓക്സിഡേറ്റീവ് സ്ട്രെസ് കൂട്ടുന്ന ലോസോണും കൂടി വന്നു കഴിഞ്ഞാൽ ഓക്സിഡേറ്റീവ് സ്ട്രെസ് ഒബ്വിയസ്ലി കൂടും. അപ്പോൾ RBCക്ക് അത് താങ്ങാൻ പറ്റില്ല, RBCന്റെ മെംബ്രെയിൻ പൊട്ടും.
HB ഡീനാച്ചുറേഷൻ ഉണ്ടാവും, അതായത് ഹിമോഗ്ലോബിൻ ഡീനാച്ചുറേറ്റഡ് ആവും, ഹെയിൻസ് ബോഡീസ് ഉണ്ടാവും. ഇതൊക്കെ സയന്റിഫിക്കലി ഉള്ള കാര്യമാണ്. അത് കൂടുതൽ ഞാൻ പറഞ്ഞിട്ട് കൺഫ്യൂസ്ഡ് ആക്കുന്നില്ല. അപ്പോൾ HB പൊട്ടും, സോറി RBC ബ്രേക്ക് ആവും. അതിനെയാണ് ഹീമോലൈസിസ് എന്ന് പറയുന്നത്. ഇതിന്റെ ഈ എന്താ പറയാ, G6PD ഉള്ള ആൾക്കാർ മെഹന്തി യൂസ് ചെയ്യുമ്പം അവർക്ക് ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ, അതിന്റെ സിംറ്റംസ് എന്തൊക്കെയാന്ന് വെച്ചാൽ, ഒന്ന് നല്ല ക്ഷീണം, അതായത് നമ്മൾ സാധാരണ ഉണ്ടാകുന്നതിനേക്കാളും കൂടുതൽ ക്ഷീണം, തലകറക്കം, പിന്നെ ശ്വാസം മുട്ടല്, ചിലപ്പോൾ മഞ്ഞപ്പിത്തം, അങ്ങനെയൊക്കെ വരാം. ശ്വാസം മുട്ടലൊക്കെ ചിലപ്പോഴേ ഉണ്ടാവുള്ളൂ, ചിലപ്പോൾ സിംറ്റംസേ ഉണ്ടായെന്ന് വരില്ല. അപ്പൊ G6PD ഡെഫിഷ്യൻസി ഉള്ള ആൾക്കാർ അതൊന്ന് ശ്രദ്ധിക്കുക. കാരണം നമ്മൾ എന്തെങ്കിലും അപകടം വന്നു കഴിഞ്ഞിട്ട് പിന്നെ ആലോചിച്ചിട്ട് കാര്യമില്ല. അറിവില്ലായ്മ കൊണ്ട് എന്തെങ്കിലും അപകടം വരുത്തുന്നതിൽ നല്ലത് അത് നമ്മളിപ്പോ ഒരു ക്വയറി എടുക്കുന്ന സമയത്ത്, ഒരു ബ്രൈഡിന് എടുക്കുന്ന സമയത്ത് G6PD ഡെഫിഷ്യൻസി ഉള്ളതാണോ എന്നൊക്കെ ഉള്ളത് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്ഫുൾ ആവും. കാരണം ഇതൊന്നും ആരും ശ്രദ്ധിക്കാത്ത കാര്യം. അപ്പൊ G6PD ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ ഒരുപാട് നേരം മെഹന്തി വെച്ചിരിക്കുക, പിന്നെ അങ്ങനെ പറ്റണമെന്നില്ല. അല്ലെങ്കിൽ ഒരുപാട് ഏരിയയിൽ ഹെന്ന അപ്ലൈ ചെയ്യുക, ചെറിയ കുട്ടികളിലൊക്കെ ആണെങ്കിലും അതൊക്കെ കുറച്ച് വലിയ പ്രശ്നമാണ്. നമ്മളിപ്പോ മെഹന്തി ഇട്ട് കഴിഞ്ഞാൽ അതൊരു പ്രശ്നമായിട്ട് മാറും. അപ്പൊ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്യുക. എല്ലാവർക്കും ഹെൽപ്ഫുൾ ആവട്ടെ. അപ്പൊ അല്ലേ പറഞ്ഞ പോലെ